കേരളത്തിലും വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചൂട്ടുപലകയാണ്. UDFനെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷ നൽകുന്നതുമാണ് ഈ തെരഞ്ഞെടുപ്പ്. അവർക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനുള്ള ഊർജം ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിലൂടെ ലഭിച്ചിരിക്കുകയാണ്. അതേസമയം BJP പാടെ തകർന്ന് തരിപ്പണമായി പോയി. കാരണം മത്സരിച്ച 3 സ്ഥലത്തും പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ പ്രകടനം കാഴ്ചവെക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. LDFന് ചേലക്കരയിൽ വിജയിച്ചത് മാത്രമാണ് എടുത്തു പറയാവുന്ന ഏക നേട്ടം. അത് കഴിഞ്ഞ പ്രാവശ്യം രാധാകൃഷ്ണൻ 39,000 വോട്ടിന് ജയിച്ച സ്ഥലത്താണ് 12,000 വോട്ടിന് പ്രദീപ് ജയിച്ചിരിക്കുന്നത്. അതും വളരെ ചുരുങ്ങിപ്പോയി. ആ വോട്ടിൻ്റെ വ്യത്യാസം ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും പ്രതിഫലിക്കാം. കാരണം എല്ലാ തിരഞ്ഞെടുപ്പിലും അതിൻ്റെ അളവുകോൽ ആ തെരഞ്ഞെടുപ്പിന് മുൻപ് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളെയാണ് കണക്കാക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് UDFനെ സംബന്ധിച്ച് പ്രതീക്ഷ നൽകുന്നതും LDFനും BJPക്കും മോശം സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതേസമയം അവർക്ക് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം തിരിച്ചു വരാനുള്ള ഒരു പഴുതും അവശേഷിക്കുന്നുണ്ട്. കാരണം 1.5 വർഷത്തോളം ബാക്കിയുണ്ട്. ഈ 1.5 വർഷത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കാൻ വേണ്ട ഊർജം പൊതുജനങ്ങളിൽ നിന്നും സംഭരിക്കാനുള്ള അവസരവും അവർക്കുണ്ട്. കാരണം ഇതുവരെ ചെയ്യാത്ത നല്ല പ്രവൃത്തികൾ തുടർന്ന് ഉള്ള 1.5 വർഷം ചെയ്യുകയും അത് പൊതുജനങ്ങളുടെ കയ്യടി നേടുകയും ചെയ്താൽ ഇപ്പോഴുണ്ടായിട്ടുള്ള ആ റിസൾട്ടൊന്നും ഒരു ഗൗരവപ്പെട്ട വിഷയമല്ല. അതിനെ മറികടക്കാൻ ആ ഒരൊറ്റ സംഭവം കൊണ്ട് കഴിയും. UDFനും BJPക്കും അത്തരത്തിലുള്ളൊരു സാഹചര്യമില്ല. UDFനെ സംബന്ധിച്ചിടത്തോളം സമര വേലിയേറ്റങ്ങളല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല ഈ ട്രെൻഡ് നിലനിർത്താൻ. BJPക്കും ഈ ട്രെൻഡല്ല, ഇനി കുറേ കൂടി ഊർജിതമായ ഒരു ട്രെൻഡ് വളർത്തിയെടുക്കണമെങ്കിൽ സമരം തന്നെയാണ് അവരുടെ മുന്നിലുള്ള വഴി. അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ഇനി വരാനുള്ള 1.5 വർഷം ഇവരെല്ലാം റോഡ് സമരങ്ങളിലൂടെ പൊതുജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമരമുറകളായിരിക്കും ആവിഷ്കരിക്കുക. അങ്ങനെ വന്നാൽ ജനങ്ങളാണ് അതിൻ്റെ പ്രതിസന്ധി നേരിടേണ്ടി വരിക. LDFനും BJPക്കും UDFനും ഒരുപോലെ നേരിടേണ്ടി വരുന്ന പ്രശ്നം ജനസമ്മതി ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. UDFൻ്റെ ജനസമ്മതി താഴേക്ക് പോയാൽ അവരുടെ വിജയത്തിൻ്റെ അളവുകോലും താഴേക്ക് പോകും. ഒരു ഡാമിലെ ജലനിരപ്പ് പോലെയാണ് ജനങ്ങളുടെ തെരഞ്ഞെടുപ്പിലെ വോട്ട് രേഖപ്പെടുത്തുന്ന രീതി. ഡാമിലെ ജലനിരപ്പ് മീറ്റർ വെച്ചാണ് അളന്ന് നോക്കുക. സാധാരണയിൽ കവിഞ്ഞ് ജലം ഉണ്ടെങ്കിൽ മാത്രമാണ് തുറന്നു വിടുക. ഇവിടെ അത്തരത്തിൽ അസാധാരണമായ ഒരു പ്രളയമോ വെള്ളപ്പൊക്കമൊന്നും ഇപ്പോൾ എവിടെയും ഉണ്ടായിട്ടില്ല.
അതുപോലെ തന്നെ വൻപിച്ച ജനപിന്തുണയുള്ള നേതാക്കളുള്ള ഒരു പാർട്ടിയും കേരളത്തിൽ നിലവിലില്ല. അങ്ങനെ ഒരു നേതാവ് ഉണ്ടായിരുന്നത് VS അച്യുതാനന്ദനായിരുന്നു. അദ്ദേഹത്തിന് അസാമാന്യമായ ജനസമ്മതി ഉണ്ടായിരുന്നു. അദ്ദേഹമാണെങ്കിൽ രാഷ്ട്രീയത്തിൽ നിന്നും വിരമിച്ച് സ്വസ്ഥമായി വീട്ടിൽ കഴിയുന്ന ഒരു സാഹചര്യമാണുള്ളത്. BJPക്ക് നേതാക്കൾ തന്നെ ഒരുപാടുണ്ടെങ്കിലും ജനസമ്മതിയുള്ള നേതാക്കൾ വളരെ വളരെ തുച്ഛമാണ്. രാഷ്ട്രീയക്കാരനല്ലാത്ത സുരേഷ് ഗോപിയാണ് BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ജനസമ്മതിയുള്ള ഒരു നേതാവ്. അദ്ദേഹത്തെയാണെങ്കിൽ പൊതുവേദികളിലോ മറ്റു സ്ഥലങ്ങളിലോ കൊണ്ടുപോയി പ്രസംഗിപ്പിക്കാൻ മാത്രം പക്വത ആർജിച്ചിട്ടില്ല എന്ന് വേണം അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുപോലെ LDFൽ പിണറായി വിജയനാണെങ്കിൽ ഏറ്റവും അധികം ജനസമ്മതി ഇടിഞ്ഞ് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അത്ര തൃപ്തി പോരാത്ത ഒരു കാലഘട്ടത്തിലാണ് ഈ 3 തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞത്. കേരളത്തിലെ സ്ഥിതി ഇതാണെങ്കിൽ മഹാരാഷ്ട്രയിൽ BJPയും NDA മുന്നണിയും തൂത്തു വാരുന്ന അവസ്ഥയാണുണ്ടായത്. 288 സീറ്റിൽ 235 സീറ്റും വിജയിച്ച് അതിൽ 132 സീറ്റ് BJP ഒറ്റയ്ക്ക് ജയിച്ച് ഒറ്റയ്ക്ക് മന്ത്രിസഭയുണ്ടാക്കുവാനുള്ള ശക്തി ആർജിച്ചിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ അവിടെ മുഖ്യമന്ത്രിയാവുക ദേവേന്ദ്ര ഫട്നാവിസ് ആവും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ദേവേന്ദ്ര ഫട്നാവിസ് മുൻപൊരിക്കൽ മുഖ്യമന്ത്രി ആയിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് അല്പമെങ്കിലും മഹാരാഷ്ട്ര ശുദ്ധമായി ശ്വസിച്ചിട്ടുള്ളത്. മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ ചിത്രത്തിൽ അദ്ദേഹത്തിന് അത്ര മോശപ്പെട്ട അല്ലെങ്കിൽ കളങ്കപ്പെട്ട പേര് ഉള്ള വ്യക്തിയല്ല. ജാർഖണ്ഡിലും ഇതുതന്നെയാണ് സ്ഥിതി. ജാർഖണ്ഡിൽ വലിയ അഴിമതി ആരോപണങ്ങളെ തുടർന്ന് ജയിലിൽ പോയി മറ്റൊരാളെ മുഖ്യമന്ത്രിയാക്കി അദ്ദേഹം തിരിച്ചു വന്ന് വീണ്ടും മുഖ്യമന്ത്രി പദം ഏറ്റെടുത്തു. അന്ന് അദ്ദേഹം പോയപ്പോൾ മുഖ്യമന്ത്രിയാക്കിയ വ്യക്തി പിന്നീട് BJP ചേർന്ന് BJP നേതാവായി. അദ്ദേഹമാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, നല്ല ഭൂരിപക്ഷത്തിന് ജയിച്ചു. പക്ഷേ അവിടെ ഒറ്റയ്ക്ക് BJPക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല. 33% വോട്ട് BJP നേടി. 23% മാത്രമാണ് ഷിബു സോറൻ്റെ അല്ലെങ്കിൽ ഹേമന്ത് സോറൻ്റെ JMMന് നേടാനായത്. അപ്പോൾ ജനങ്ങൾ കൂടുതൽ ഇപ്പുറത്തും സീറ്റ് കൂടുതൽ അപ്പുറത്തുമായി 2 പക്ഷത്തായി നിൽക്കുകയാണ്. അത് തെരഞ്ഞെടുപ്പ് കാലത്ത് പല സ്ഥലങ്ങളിലും സംഭവിച്ചിട്ടുള്ളതാണ്. ഇതിനു മുൻപും മഹാരാഷ്ട്രയിൽ 65% പേര് വോട്ട് ചെയ്ത് BJPക്കാണെന്നാണ് പറയുന്നത്. തെരഞ്ഞെടുപ്പ് നടന്ന UPയിൽ 10 സീറ്റിൽ 6 സീറ്റിൽ BJP ജയിച്ചു. അപ്പം BJPയുടെ ഒരു പതനം ഉണ്ടായിട്ടില്ല. BJP വീണ്ടും ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈകാതെ കോൺഗ്രസ് പിളർന്ന് ഒരു ഘടകം BJPക്കൊപ്പം പോകുമോ എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത്. BJP ആണെങ്കിൽ പ്രലോഭിപ്പിച്ച ആളെ കൂടെ കൂട്ടുന്നതിൽ അതിവിദഗ്ധരുമായതിനാൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അത്ഭുതപ്പെടേണ്ടതില്ല. BJPക്ക് കൂടുതൽ പേരെ കിട്ടിയാൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമാകും. മറ്റ് കക്ഷികളെ ആശ്രയിക്കാതെ ഭരിക്കാൻ കഴിയും. അവരുദ്ദേശിച്ച പല ഇപ്പോൾ പാസ്സാകാതെ കിടക്കുന്ന ബില്ലുകളെല്ലാം പാസ്സാക്കിയെടുക്കാം. അതുകൊണ്ട് തന്നെ BJPയെ സംബന്ധിച്ച് ഏതു വിധേനയും കോൺഗ്രസിൽ നിന്ന് ഒരു വിഭാഗത്തെ അടർത്തിയെടുക്കേണ്ടത് അവരുടെ അത്യാവശ്യമാണ്. ഇപ്പോൾ കുറച്ച് പേര് വരാൻ തയ്യാറായാൽ തന്നെ അവരെ ഉൾക്കൊള്ളാൻ BJPക്ക് കഴിയില്ല.
കാരണം കൂറുമാറ്റ നിയമം അനുസരിച്ച് അങ്ങനെയുള്ളവരെ ചേർത്താൽ അവരെ MP സ്ഥാനം നഷ്ടപ്പെടും. അതുകൊണ്ടാണ് BJP അമാന്തിക്കുന്നത്. അത് കുറച്ച് എണ്ണം കൂടി തികഞ്ഞാൽ അന്ന് ഒരു പിളർപ്പ് കോൺഗ്രസിൽ സംഭവിക്കും. അതിൽ സംശയം വേണ്ട. കോൺഗ്രസ് പിളർന്നു കഴിഞ്ഞാൽ അതിലെ പ്രബല വിഭാഗം BJPക്കൊപ്പം പോകും. അത് ആരൊക്കെയാണ്, കേരളത്തിൽ നിന്നുള്ള MP മാരുണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങൾ ഇനി വരാനിരിക്കുന്ന നാളുകളിൽ അറിയാം. നമ്മൾ ഒന്നുകൂടി ചിലത് പഠിക്കാനുണ്ട്.